വിപിൻ, ഇപ്പോൾ തൽക്കാലം ഞാൻ അത്തരം വിഷയത്തിലേക്ക് ആദ്യം വരുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകൾ അദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ മതസ്വാതന്ത്ര്യത്തിന് ഛത്തീസ്ഗഡിൽ തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ളൊരു നരേറ്റീവ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ വന്നു. അതായത് ഈ രണ്ട് കന്യാസ്ത്രീകളുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് അവിടെ എന്തോ തടസ്സം സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് ഷെറി സംസാരിച്ചു വെച്ചത്. അത് ശുദ്ധ എന്താ പറയുക കളവാണ്. അങ്ങനെ ഒരു സംഭവമേ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവരുടെ ഒരു ആരാധന സ്വാതന്ത്ര്യത്തെ തടഞ്ഞിട്ടില്ല. അവരുടെ ഈ കന്യാസ്ത്രീകളുടെ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റിനെ തടഞ്ഞിട്ടില്ല. അവരുടെ പ്രാർത്ഥിക്കാനുള്ള അവകാശത്തെ തടഞ്ഞിട്ടില്ല. അവരുടെ മതപ്രചരണത്തിനുള്ള അവകാശത്തെ തടഞ്ഞിട്ടില്ല. അവരുടെ മതപരമായ ഒരു കാര്യത്തെയും അവിടുത്തെ ഗവൺമെൻറ്റോ അവിടുത്തെ പോലീസ് സംവിധാനമോ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് ആ പെൺകുട്ടിയുടെ മൊഴിയാണ്. 150 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള 3 പെൺകുട്ടികൾ അവരെങ്ങനെയാണ് ഈ സ്ഥലത്ത് എത്തിയത്, ആരുടെ സഹായത്താലാണ് എത്തിയത്. നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത മൂന്നാമത്തെ ഒരു കക്ഷിയുണ്ട് ഇതിൽ 3 പേരാണ് ഇപ്പോൾ ഇതിനകത്ത് ജയിലിലുള്ളത്. 2 കന്യാസ്ത്രീകളും വേറൊരു ലേഡിയും. ആ മൂന്നാമത്തെ വ്യക്തിയുടെ റോൾ എന്താണ് ഈ കാര്യത്തിൽ? കാരണം ഈ കന്യാസ്ത്രീകളായിട്ടുള്ള ഈ മലയാളികൾ തന്നെ ഈ 3 പേരും ആദ്യമായിട്ടാണ് കാണുന്നത്. 150 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഇവരായിട്ട് ഈ പറഞ്ഞ 2 മലയാളി കന്യാസ്ത്രീകൾക്കും യാതൊരു ബന്ധവുമില്ല. ഇവരെ കൊണ്ടുവന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ ഈ പെൺകുട്ടികളോട് കൺവേ ചെയ്ത കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ തെറ്റായ രീതിയിലാണ് സംഭവിച്ചത്. ഇതാണ് ഇതിനകത്ത് വിഷയം. ഇവിടെ എവിടെയാണ് ഒരു മതസ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലൊരു ഗവൺമെൻറ് കയ്യേറിയെന്ന് പറയുന്നത്? എന്ത് ശുദ്ധ അസംബന്ധമാണ് ഷെറി പറയുന്നത്? ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ മുകളിൽ എവിടെയാണ് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റോ അവിടുത്തെ പോലീസോ ഏത് മതവിശ്വാസത്തെയാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഈ 150 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വന്ന ഈ നാരായൺപൂർ എന്ന് പറയുന്ന നക്സൽ ബാധിത പ്രദേശത്ത് നിന്ന് വരുന്ന ആധാർ കാർഡ് പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന 3 പെൺകുട്ടികൾ അവരിവിടെ വന്ന അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ ഈ ബജ്രംഗ് ദളകാരി കാണുന്നത്, അവർ ഈ കന്യാസ്ത്രീകളി കാണുന്നത്. 2 പേരെയും അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നവരാണ്. അവരെങ്ങനെയാണ് ഈ ബജ്രംഗ് ദളകാർ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ള എന്ത് തെറ്റായിട്ടുള്ള നരേറ്റീവാണ് ഇതിൻ്റെ പ്രിയ സുഹൃത്ത് നമ്മളെ സമൂഹത്തിന് കൊടുക്കുന്നത്? അവരെ ഭീഷണിപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പറയുമ്പോൾ ആ പെൺകുട്ടികളുടെ അവരുടെ അഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വല്ലവരുടെയും ഭീഷണിപ്പെട്ട് കീഴടങ്ങുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ അവരെ പ്രലോഭിച്ച് കൊണ്ടുവന്ന് പറയുന്നതിൽ അർത്ഥമില്ലേ? ഭീഷണിക്ക് വഴങ്ങുന്നവർ പ്രലോഭനത്തിന് വഴങ്ങില്ലേ? അപ്പം അങ്ങനെ അവരുടെ ആ 3 പെൺകുട്ടികളുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പറയരുത്. അതിൽ 2 പെൺകുട്ടികൾ പറഞ്ഞതും ഒരു പെൺകുട്ടി പറഞ്ഞതും നമ്മളുടെ മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. നമ്മൾ ആ സംഭവത്തെയാണ് ഇവിടെ വേർതിരിച്ച് കാണേണ്ടത്. പകരം ഇവിടെ പ്രചരിപ്പിക്കുന്നത് മതവിശ്വാസത്തെ ധിക്കരിച്ചു, മതവിശ്വാസത്തെ റദ്ദ് ചെയ്തു, മതവിശ്വാസം പ്രചരിപ്പിക്കാൻ പാടില്ല, അവിടെ ക്രിസ്ത്യാനിറ്റി അപകടത്തിലാണ്, അവിടെ ചർച്ച അപകടത്തിലാണ്, എന്തൊക്കെ തരത്തിലുള്ള നരേറ്റീവ്സാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ പ്രസംഗിക്കുന്നത് എന്താ? ഛത്തീസ്ഗഡിലെ മതപരമായ ആവശ്യം നിരോധിക്കപ്പെട്ടു. പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുവരുന്നത് മതപരമായ ആവശ്യമാണോ? 2 പെൺകുട്ടികളെ 3 പെൺകുട്ടികളെ മഠത്തിൽ ജോലിക്ക് കൊണ്ടുവരുന്നത് മതപരമായ ആവശ്യമാണോ? അല്ല, അത് തികച്ചും മതപരമല്ലാത്ത ആവശ്യമാണ്. ഇവിടെ മതപരമായ ഒരു കാര്യത്തെയും ഇവിടുത്തെ BJP ഗവൺമെൻറ്റോ അവിടുത്തെ പോലീസോ റദ്ദ് ചെയ്തിട്ടില്ല. ഇപ്പോഴും റദ്ദ് ചെയ്തിട്ടില്ല. അവരുടെ തിരുവസ്ത്രത്തെയോ അവരുടെ കഴുത്തിലുള്ള ക്രൂശിത രൂപത്തെയോ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പോലീസ് പെരുമാറിയിട്ടുള്ളത്. അവർക്ക് നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം അവിടുത്തെ പോലീസ് കൊടുത്തിട്ടുണ്ട്. അവരെ പീഡിപ്പിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ അവരെ ഹരാസ്മെൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരു മൊഴി വരുന്നു, ആ മൊഴിക്കനുസരിച്ച് കേസിടുന്നു. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഒരാളെ അറിയാതെ തട്ടി അയാൾ മരിച്ചാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കില്ലേ? അവിടെ സംഭവിക്കുന്ന എന്താ? ഒരു ക്രൈം സംഭവിച്ചു, അറിഞ്ഞോ അറിയാതെ ഒരു ക്രൈം അവിടെ ഉണ്ടായി. അവിടെ തിരുവസ്ത്രം നോക്കിയിട്ടാണോ നിയമം നടപ്പിലാക്കുക? ആ തിരുവസ്ത്രം പോയി സന്യാസിയുടെ കാറാണ് പോയിടിച്ചത്. അയാൾ സന്യാസി എന്ന് പറഞ്ഞ അയാൾ ഹിന്ദു സന്യാസി എന്ന് പറഞ്ഞാൽ നിയമത്തിന് മാറ്റാൻ പറ്റുമോ? ഇവിടെ നിയമപരമായ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് നേരത്തെ സിസ്റ്റർ ജസ്മി പറഞ്ഞു, അവിടെ നിയമപരമായിട്ടൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ നിയമപരമായ സഹായത്തിന് ഞങ്ങൾ കൂടെ നിന്നത്. ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ വിഷയം പറയേണ്ടി വരുന്നത്? ഇവിടെ നിങ്ങളടക്കമുള്ള സംഘടനകൾ സെലക്റ്റീവായിട്ട് പ്രതികരണമാണ്.
കേരളത്തിൽ കേസെടുക്കുമ്പോൾ ഒരേ സംഭവത്തിൽ കേരളത്തിൽ കേസെടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള മൗനം, കേരളത്തിന് പുറത്ത് കേസ് BJP സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലത്ത് കേസെടുക്കുമ്പോൾ വേറൊരു നിയമം. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പള്ളിയിൽ അച്ഛനെ മണൽ കടത്തിയതിൻ്റെ പേരിൽ പിടിച്ച് ജയിലിലിട്ടു. പിന്നീട് കേസ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുകൊണ്ട് അദ്ദേഹത്തെ പുറത്തു വിട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉണ്ടായത്. അവിടെ ഈ പിതാവിനെ ജയിലിലിട്ടതിനെതിരെ കേരളത്തിൽ എന്തിനു സമരം നടന്നു? അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയില്ലേ? എത്ര സംഭവങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 123 കുട്ടികളെ സമാനമായ രീതിയിൽ 123 കുട്ടികളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് റെയിൽവേ പോലീസ് ഇതുപോലെ കസ്റ്റഡിയിലെടുത്തു. കുട്ടികൾ ബോഗിയിൽ വളരെ ക്ഷീണിതരായിരുന്നു. അപ്പോൾ അവരെ ഭക്ഷണവും കാര്യങ്ങളും കൊണ്ട് ചെന്ന് അവരെ കണ്ട സമയത്ത് അവർക്ക് ടിക്കറ്റ് ഇല്ല. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അതൊരു യത്തീംഖാനയിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളായിരുന്നു. അത് വലിയ വലിയ കോലാഹലം ഉണ്ടാക്കി കേരളത്തിൽ. അവിടെ ആരെങ്കിലും പറഞ്ഞോ? അവിടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അത് വർഗീയതയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അതിന് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആരെങ്കിലും ശ്രമിച്ചോ? അവിടെ കേരളത്തിലെ ഹൈക്കോടതി എന്താ പറയുക സ്വമേധയാ കേസെടുത്തു. അമിക്കസ് ക്യൂറി അപ്പോയിന്റ് ചെയ്തു. CBIക്ക് വിട്ടു ആ കേസിൽ. അതിൽ ആ കേസിൽ ബീഹാർ സ്വദേശികളും ജാർഖണ്ഡ് സ്വദേശികളുമായിട്ടുള്ള 400 കുട്ടികളെ കേരളത്തിലേക്ക് സമാനമായ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കോടതിയിൽ റിപ്പോർട്ട് വന്നു. ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഇത് മനഃപൂർവ്വമായിട്ട് രമേശ് ചെന്നിത്തലയുടെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മനഃപൂർവ്വമായിട്ട് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും അത്തരത്തിലുള്ള വാദം ഉന്നയിച്ചോ? ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സംഭവത്തിന്റെ വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്. പകരം അങ്ങ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഷെറിൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ക്രിസ്ത്യാനിറ്റി അപകടത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര അപകടകരമായ പ്രസ്താവനയാണത്. ഇന്ത്യയിൽ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സമാനമായ കുറേ സംഭവങ്ങൾ ഉണ്ടാവണമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് തെറ്റായ പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. ഓരോ വിഷയത്തിൻ്റെയും നോക്കൂ, ഈ കേരളത്തിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ഇവരെല്ലാവരും ആരാധിക്കുന്ന വാഗമണിലെ കുരിശിന്റെ മുകളിൽ കയറി വീഡിയോ ചെയ്ത ഒരു അന്യമതസ്ഥരെതിരെ കേസെടുക്കാൻ കൂടെ തയ്യാറായില്ല കേരളത്തിൽ. ഇവിടെ പാല ബിഷപ്പിനെതിരെ കൊലവിളി ഉണ്ടായി. ഇവിടെ എന്താണ് ഇവിടെ സമീപിച്ചത്? ഇവിടുത്തെ സമീപനം എന്തായിരുന്നു? ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ സമീപനം എന്തായിരുന്നു? ഞാനിപ്പോ അതിശയിച്ചു പോവാണ്. ഈ ഷെറി പ്രതിനിധാനം ചെയ്യുന്ന ലാറ്റിൻ കാത്തലിക്സ് ഷെറിൻ പ്രതിനിധാനം ചെയ്യുന്ന ലാറ്റിൻ കാത്തലിക്സിലെ പെട്ട കുറച്ച് രണ്ട് മൂന്ന് പേരെ കടൽ കൊള്ളക്കാർ വെടിവെച്ച്, ഇറ്റാലിയൻ നാവികർ വെടിവെച്ച ഒരു സംഭവം ഉണ്ടായില്ലേ? അത് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അത് ഇന്നാണ് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെങ്ങനെ അതിനെ വർഗീയമായി മുതലെടുത്താനെ? അന്ന് സോണിയാഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇറ്റാലിയൻ നാവികരുടെ വിഷയം ഉണ്ടായപ്പോൾ ഈ സഭ ഇവരുടെ ഷെറിയുടെ സഭ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതിനുള്ള സമരം എങ്ങനെയാണ് ഒത്തീർപ്പാക്കിയത്? അപ്പൊ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രതികരിക്കരുത്. ആ സെലക്റ്റീവ് പ്രതികരണത്തെയാണ് ഞങ്ങൾക്ക് വിഷമം. ഞങ്ങൾ BJP ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. കേരളത്തിൽ ഞാൻ വേണമെങ്കിൽ വിരലിലെണ്ണി വിഷയങ്ങൾ പറയാം. കാസർഗോഡ് സ്കൂളുകളിലുണ്ടായ സംഭവം, ഇവിടെ ഹലാലിനെതിരെ പള്ളിയിൽ പ്രസംഗിച്ച പിതാവിനെതിരെ നടന്ന സംഭവം, എത്ര സംഭവങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ടുണ്ടായി. ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതെ വേണ്ട പ്രതികരണം വരാത്ത പല ആളുകളും ഇപ്പോൾ പ്രതികരിക്കുന്നത് ഈ വിഷയത്തിലുള്ള താല്പര്യം കൊണ്ടാണെന്ന് ഇവിടുത്തെ ക്രിസ്തു സമൂഹം വിശ്വസിക്കില്ല. പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഈ കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിവില്ലാത്തവരല്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും അൽമായക്കാരും BJPയുടെ സമീപനത്തെ വിശ്വാസ്യതയോടുകൂടി കാണുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അത് ഈ വിഷയം കൊണ്ട് തകർക്കാമെന്ന് ഇവിടുത്തെ LDFും UDFും അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.